അസ്സലാമലൈക്കും ഗായ്സ്. ഇന്ന് ഒരു ചായക്കടിയാണ് തയ്യാറാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ്. വൈകുന്നേരം നല്ല ചൂട് ചായയും ഈ ഒരു ഇറച്ചിയടയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചായക്കടിയാണ് ഇറച്ചിയട എന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് തന്നെ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു 1.5 സവാള എടുത്തോളൂ കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ടല്ലോ, സവാള നന്നായിട്ട് വഴറ്റിയെടുത്താലേ നമ്മുടെ ഫില്ലിംഗ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ബീഫ് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ബീഫിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നേരത്തെ വേവിച്ച് വെച്ചതാണ്. അതുകൊണ്ട് സവാളക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാനൊരു 2 പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഉപ്പും കുരുമുളകും ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൾസ് ബട്ടൺ ഞെക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഒരുപാട് സമയം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനൊന്നും പാടില്ല കേട്ടോ. ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം ചിക്കൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ മസാല തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പം ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടായിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. ഞാനിത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ മാവ് കുറച്ചും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് മൈദപ്പൊടിയൊക്കെ ആക്കിയിട്ട് ഇത് പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മാവിനെ 2 പാർട്ടാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. വെലിങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ വട്ടത്തിൽ പരത്തിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനെക്കാട്ടിയും ഇത്തിരി കൂടി ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കണേ. എന്നാൽ ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കാനും പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് കട്ടിയിലും ആവരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു വട്ടത്തിൽ പരത്തിയെടുത്താലും മതി. ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഓരോന്നിലും കുറേശ്ശെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂൺ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ചെറിയ വട്ടത്തിലാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഇനി ഇതൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ഇതുപോലുള്ള ഒരു മോൾഡിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോൾഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മോൾഡ് ഇല്ലെങ്കിൽ സൈഡ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് പിരിച്ചു കൊടുക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. ഇതെങ്ങനെയാണ് പിരിച്ചെടുക്കുക എന്നുള്ളത് എനിക്ക് എത്രയായാലും ശരിയാവലില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇറച്ചിയുടെ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഇപ്പോൾ കുറച്ചെണ്ണം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ.
ബാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഞാൻ മുന്നേ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫ്രീസറിൽ എടുത്തു വെക്കാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു വെച്ചാൽ മതി കേട്ടോ, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ചെറിയ ചൂടിലാണെങ്കിൽ ഇത് എണ്ണ കുടിക്കും, അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവില്ല, കഴിക്കാനും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരിക്കണം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 2 സൈഡും ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എണ്ണ കുടിക്കുക, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിം ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊരു ബ്രൗൺ കളറായിട്ട് മാറും. ഈ ഒരു നല്ല കളറിൽ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇറച്ചിയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. താങ്ക് യു.